വായിക്കാം. 5 ശ്ലോകം ഒന്ന് വായിക്കാം. കാരണം ഇത് മുഴുവൻ പറഞ്ഞ് തീരൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വായിക്കാം. അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതി വരദുരീകർത്തും വഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി കിം ഗംഗാംബുനിബിംബിതെംബരമണോ ചണ്ഡാളവീഥീപയ പുരേവാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യക്വസ്തുനി നിസ്തരംഗസഹജാനന്ദാവബോധം ബുധോ വിപ്രോയം ശ്വപചോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമ. രണ്ടുമാണ് ചണ്ഡാളൻ്റെ ചോദ്യമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ. ഇനി ആചാര്യസ്വാമികളുടെ മറുപടിയായിട്ട് 5 ശ്ലോകം. അതാണ് മനീഷാ പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജാഗ്രൽ സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോദാ ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേൽ ചണ്ഡാളോസ്തു സദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. രണ്ടാമത്തേത് ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ചിന്മാത്രവിസ്താരിതം സർവം ചെയ്തതവിദ്യയാ ത്രിഗുണയാ അശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാളോസ്തു സദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. മൂന്നാമത്തേത് ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോ നിത്യം ബ്രഹ്മനിരന്തരം വിമർശതാ നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവിജ ദുഷ്കൃതം പ്രതഹതാ സന്വിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വപു ഇത്യേഷാ മനീഷാ മമ. നാലാമത്തേത് യാ തിര്യങ്ങരദേവതാദിഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യതേ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തി സ്വതോ അചേതനാഃ താം ഭാസ്യൈപിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. അഞ്ചാമത്തേത് യൽ സൗഖ്യം ബുധിലേശലേശത ഇമേ ശക്രാദയോ നിർവൃതാഃ യൽ ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖം ബുധോ ഗളിതധീ ബ്രഹ്മൈവ ന ബ്രഹ്മവിൽ യഃ കശ്ചിത് സ സുരേന്ദ്രവന്ദിതപതോ നൂനം മനീഷാ മമ. ഇതാണ് 5 ശ്ലോകം. കാരണം ഇത് അവസാനം മനീഷാ പഞ്ചകം പറഞ്ഞിട്ട് ഞാൻ ഒന്നും മുഴുവനാക്കിയിട്ടില്ലല്ലോ എന്ന് തോന്നണ്ടെന്ന് എഴുതിയിട്ടാണ് ശ്ലോകമെങ്കിലും മുഴുവൻ ജില്ലയേക്കാം. നമുക്ക് അടുത്തത് ചണ്ഡാളൻ്റെ ചോദ്യം, ഈ ശരീരമാണോ മാറേണ്ടത്, അല്ലെങ്കിൽ ശരീരാന്തർഗതമായിരിക്കുന്ന ചൈതന്യമാണോ മാറേണ്ടത് എന്നാണ് ചണ്ഡാളൻ ചോദിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങൾ, ശരീരമാണെങ്കിൽ രണ്ടും ഒരുപോലെയുള്ളതാണെങ്കിൽ മാറേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് ഒന്നൊന്നിൽ നിന്ന് ഭിന്നമാണെങ്കിലേ ഒന്ന് മാറേണ്ടതുള്ളൂ. രണ്ടും അന്നമയമാണ്. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ശരീരം മാറേണ്ട ആവശ്യമില്ല. പിന്നെ മാറേണ്ടത് എന്താണ്? ചൈതന്യമാണ്. ചൈതന്യത്തിന് ഭേദം ഉണ്ടാവുമോ?
ചൈതന്യത്തിന് ഭേദമില്ല. കാരണം അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ആകാശത്ത് സൂര്യൻ ഉണ്ടെങ്കിൽ 1000 പാത്രം നമ്മളിവിടെ വയ്ക്കുക, ഈ 1000 പാത്രത്തിലും സൂര്യൻ്റെ പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റും. ആ 1000 പാത്രത്തിലെ സൂര്യനും വേറെ വേറെ സൂര്യനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരേ സൂര്യനെ തന്നെ അനേക പാത്രങ്ങളിൽ പ്രതിബിംബിച്ച് കാണുന്നത് പോലെ ഏതോ ഒരു ചൈതന്യത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് നമ്മളെല്ലാം. അപ്പൊ പിന്നെ നമുക്ക് തമ്മിൽ എന്താ ഭേദമുള്ളത്? അവിടെയും ചൈതന്യത്തിൽ നിന്ന് ചൈതന്യവും മാറേണ്ടതില്ല, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ശരീരവും മാറേണ്ടതില്ല. അവിടെ ഇനി അഥവാ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ചണ്ടാളനാണ് എന്നുള്ള ഭേദം കൊണ്ടാണോ അപ്പൊ ചണ്ടാള ശരീരത്തിൽ പ്രതിബിംബിക്കുന്ന ജീവനും ഒരു ബ്രാഹ്മണ ശരീരത്തിൽ പ്രതിബിംബിക്കുന്ന ജീവനും രണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഗംഗാജലത്തിൽ, പവിത്രമായിരിക്കുന്ന ഗംഗയിലും ഇതാ ഈ തെരുവിലെ ഓടയിലും ഓടയിലെ വെള്ളത്തിലും സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ട്. പക്ഷെ 2 സൂര്യനാവും അത്. ആ ഗംഗാജലത്തിനും ഓടയിലെ വെള്ളത്തിനും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, പക്ഷേ അവിടെ ആ പ്രതിബിംബത്തിന് വ്യത്യാസമില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു സ്വർണ്ണക്കുടമായാലും മൺകുടമായാലും അതിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിന് വ്യത്യാസമില്ല എന്ന് ആചാര്യസ്വാമികൾക്കൊരു ധ്വനി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോഴാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്, ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ, ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ. പറയുന്നത്, നമുക്ക് 3 സ്റ്റേറ്റുകൾ, 3 അവസ്ഥകളുണ്ട് നമുക്ക് എല്ലാവർക്കും. ഒന്നത് ഇങ്ങനെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, മറ്റൊന്ന് ഉറക്കമാണോ ചോദിച്ചാൽ ഉറക്കമാണ്, എന്നാൽ ഉറക്കമല്ല, ഒരു പകുതി ഉറക്കം. അതിനാണ് സ്വപ്നം എന്ന് പറയുക. സ്വപ്നം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അതിനാണ്. ആ സ്വപ്നവും വിട്ടിട്ട് ഒരു ഗാഠനിദ്രയുണ്ട്, അതിനാണ് നമ്മൾ സാധാരണ സുഷുപ്തി എന്ന് പറയുക. അതിനും അപ്പുറത്തുണ്ട് 4മതൊരവസ്ഥയുണ്ട്, മതികെട്ടുറങ്ങുക എന്ന് പറയില്ലേ. ആ മതികെട്ടുറങ്ങുക എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് തുരീയം എന്നാണ് പറയുക. അതിനും അപ്പുറത്തുണ്ട് തുരീയാതീതം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് കൂടിയുണ്ട്. 5 അവസ്ഥകളുണ്ട്. ഈ തുരീയാതീതം എന്നൊക്കെ പറയുന്നത് ദേവതകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. മനുഷ്യനെ സംബന്ധിച്ച് 3 ഉള്ളൂ. സാധാരണഗതിയിൽ എല്ലാവർക്കും കിട്ടുന്നത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3ലും നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര. സ്ഫുടതര എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് ഉറപ്പുണ്ടാവണം. ഈ 3 അവസ്ഥയിലും ഉണ്ട് എന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭതേ. അത് എന്തും കൂടി ആയിരിക്കണം? ജഗത് സാക്ഷിണി. അതാണ് ഈ ജഗത്തിനെ കാണിച്ചു തരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ആദ്യം. നമ്മളിപ്പോൾ ഈ ശരീരം, നമ്മുടെ ഈ ഒരു ഇതില് നമുക്കെല്ലാവർക്കും ശരീരമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ആ ശരീരം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടെല്ലാം ചെയ്യുന്നതാണ്. ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ണും മൂക്കും നാക്കും തൊക്കും നമ്മുടെ അനുഭവം എന്ന് പറയുന്നതിൻ്റെ സകലതും നമ്മൾ ഈ ജാഗ്രതയിൽ നമുക്ക് അനുഭവവേദ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മളെ സംബന്ധിച്ച് ശരീരം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ശരീരം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഉറങ്ങുമ്പോൾ ശരീരമൊക്കെ നമുക്കുണ്ട്, പക്ഷെ ആ ശരീരം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ശരീരം ഇവിടെ കിടക്കുന്നുണ്ട്.
മാത്രമല്ല സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയിൽ, ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠനിദ്രയല്ല, സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് ഇന്ദ്രിയം വേണോ കാണാൻ? നമുക്ക് ഈ ഉണർന്നിരിക്കുമ്പോൾ കണ്ണുണ്ടെങ്കിലേ കാണുള്ളൂ അല്ലേ? കണ്ണില്ലാത്തവനെ സംബന്ധിച്ച് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജാഗ്രത അവസ്ഥയിൽ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സ്വപ്നത്തില് ഇപ്പോൾ കണ്ണ് കാണാത്തവൻ സ്വപ്നം കാണൂലേ? കാണും. കണ്ണ് കണ്ടെങ്കിലേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ എന്ന് പറയരുത്. കാരണം കണ്ണ് ഇല്ലെങ്കിലും അന്ധനാണെങ്കിലും അവർക്ക് സ്വപ്നം കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ? ഇപ്പൊ കണ്ണില്ലാത്തവരൊന്നും കാണൂലല്ലോ, പക്ഷേ അവരുടെ ആന്തരികമായിട്ട് അവർക്ക് കാണില്ല എന്നത് അറിയില്ല. അതെന്താന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഒരു കണ്ണ് കാണാത്ത ഒരാള് നടന്നു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ അറിയാം. നിങ്ങൾ അവരുടെ പേര് വിളിച്ചു എന്ന് വിചാരിക്കുക. പിന്നൊന്ന് വിളിക്കുകയാണ് നിങ്ങൾ അവരുടെ പേര്. പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കില്ലേ? എന്തിനാ നോക്കണത്? കണ്ണ് കാണുമല്ലോ. അവർക്ക് കണ്ണ് കാണുമല്ലോ, ഇവരെന്തിനാ അവർ നോക്കിയേ? അവർക്ക് അറിയില്ല, ഇന്ദ്രിയങ്ങൾക്ക് അറിയില്ല. കാരണം എനിക്ക് കാണില്ല എന്നൊന്നും അറിയില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുന്നത് പിന്നെയാണ് നോക്കി ആ ഒരു ചിലപ്പോൾ സെക്കൻഡ് നമ്മൾ നോക്കാണ്ടിരിക്കും, പിന്നെ അങ്ങോട്ടേക്ക് നോക്കുമായിരിക്കും. പക്ഷേ പൊടുന്നനെ ഇപ്പൊ കാലില്ലാത്തത്, ഇപ്പൊ കാല് എന്തെങ്കിലും അസുഖം വന്നിട്ട് മുറിച്ച് കളഞ്ഞു വിചാരിക്കുക. ഈ കാലില്ല എന്നുള്ളത് ആർക്കറിയില്ല? നമ്മളുടെ ഉള്ളില് ഈ കാല് അനുഭവിക്കുമ്പോൾ മാത്രമേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അനുഭവിക്കാത്ത സമയത്ത് നോക്കി നമ്മളിപ്പോൾ കാലൊക്കെ ആംബിറ്റേഡ് ചെയ്ത് അതൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് വെക്കണ കാലില്ല, ഒരു വടിയും കുത്തിയിട്ടാണ് നടക്കുന്ന ഒരു കാലേ ഉള്ളൂ. നമ്മളിങ്ങനെ അത്രയും കാലം നമ്മൾ കാല് ഉപയോഗിച്ചതാണേ. എന്നിട്ട് എന്തോ ഒരു വിഷമം വന്നപ്പോൾ കാല് മുറിച്ച് മാറ്റിയപ്പോൾ കാലിൻ്റെ മുട്ടിന് താഴെ ഇല്ല എന്ന് കൂട്ടുക. അപ്പോൾ അവിടെ ഇരുന്നിങ്ങനെ പേപ്പർ വായിക്കുക. ഇങ്ങനെ പേപ്പർ വായിച്ചാൽ ഇങ്ങനെ ലയിച്ച് ഇരുന്ന് പെട്ടെന്ന് അപ്പുറത്ത് ഫോൺ വന്നു വിചാരിക്കുക. നമ്മളും എഴുന്നേക്കും. എഴുന്നേൽപ്പെന്ന് പറഞ്ഞ് വീഴുമ്പോഴേ ഓർക്കുക, അയ്യോ കാലില്ലല്ലോ. അതെന്തേ കാലില്ലാത്ത നമ്മൾ അറിയാത്തത്? അതെല്ലാം നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കുറവ് തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ലല്ലോ. കാരണം നമ്മളുടെ ശരീരം ആണ് നമ്മളെങ്കിൽ നമ്മൾക്ക് ആ കുറവ് എപ്പോഴും അനുഭവത്തിലുണ്ടാവും. ശരീരത്തിൻ്റെ ഒരു ഇന്ദ്രിയമോ ശരീരമോ ഒന്നും നമ്മളല്ല. അതുകൊണ്ട് ആ ശരീരം പൂർണ്ണമായിട്ട് റെസ്റ്റ് ചെയ്താലും നമ്മളുടെ ഉള്ളില് ഈ കാഴ്ചകളും ഇതൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് സ്വപ്നമായിട്ട് വരുന്നത്. സ്വപ്നത്തിൽ നോക്ക്, ഈ ലോകത്തിൻ്റെ സൃഷ്ടി രഹസ്യം മുഴുവൻ സ്വപ്നത്തിലുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക വിചാരിക്കുക. കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ കിടക്കുന്ന റൂമിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങൾ ഈ മൊബൈൽ ഒന്നും നിങ്ങൾ അതിൻ്റെ അടുത്ത് വെച്ചിട്ടില്ല വിചാരിക്കും. നിങ്ങൾ മാത്രം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ പ്രസംഗവേദി ഇങ്ങനെ സ്വപ്നം കാണും. ഇവിടെ ഇരിക്കുന്ന എന്നെ നിങ്ങൾ സ്വപ്നം കാണും, നിങ്ങളെ നിങ്ങൾ സ്വപ്നം കാണും, എന്ത് ഡ്രസ്സായിട്ടുള്ളത് കാണും, എന്ത് വാക്കാ പറയുന്നത് കാണും. ഈ സ്വപ്നം കാണുന്ന ഈ പ്രസംഗവേദിയിലുള്ള നമ്മളെല്ലാവരും ഈ തൂണും ചിത്രങ്ങളും സകലതും ഫാനും ഒക്കെ നമ്മൾ സ്വപ്നം കാണും. ഇതെല്ലാം എവിടുന്ന് വന്നു? നമ്മളൊരാളെ അവിടെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ ഈ സ്വപ്നത്തിലുള്ള ഇതിനെ മുഴുവനും സൃഷ്ടിച്ചെടുത്തത്? അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അല്ലേ? നമ്മൾ തന്നെയാണ് ഇതിൻ്റെ സോഴ്സ്. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പ്രസംഗവേദിയും ഈ കാണുന്ന സകലം, നമ്മൾ സ്വപ്നം കാണുന്നത് മുഴുവനും ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ പറയാൻ പോണേ ഉള്ളൂ, നമ്മൾക്ക് ഒരു ഉപാധിയും വേണ്ട
ഇതൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഈ മല ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഈ കടലുണ്ടായത്, ഈ കടലാകട്ടെ മലയാകട്ടെ ഇതെല്ലാം തന്നെ നമ്മൾ സ്വപ്നം കാണുമ്പം ഇല്ലാത്തതാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുമോ? ഇല്ല. കാരണം എന്താ? സ്വപ്നം കാണുന്ന സമയത്ത് ഒരാള് പേടിച്ചിട്ട് കരിയ. എന്തിനാണ്? അയ്യോ ഞാനൊരു വലിയ മലേൻ്റെ മുകളിൽ നിന്ന് വീഴുന്നേന്ന് പറഞ്ഞിട്ട് കരിയാണ്. നമ്മൾ പിടിക്കാൻ പോവുമോ? ഉണർന്നിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരാൾ കിടന്നിട്ട് സ്വപ്നം കാണുകയാണ്. അയാൾ പറയുകയാണ് ഞാൻ വലിയൊരു മലേൻ്റെ മുകളിൽ നിന്ന് വീഴുമെന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ പിടിക്കാൻ പോവില്ല. കാരണം പിടിച്ച് ഉണർത്താനേ നോക്കുള്ളൂ, അല്ലേ? കാരണം എന്താ? ഉറങ്ങുന്നവന്, സ്വപ്നം കാണുന്നവനെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റാലോ കുഴപ്പമില്ല, പിന്നെയൊന്നും വിഷമൊന്നുമില്ല. അതുപോലെ ജാഗ്രത്തില് നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾ ശരീരമോ ഇന്ദ്രിയങ്ങളോ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇന്ദ്രിയവേദ്യങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതും കഴിഞ്ഞു. ആ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ഈ ജാഗ്രത്തില് ഞാൻ എന്ന് പറയുന്ന സാധനമുണ്ട് ഉള്ളിൽ, അല്ലേ? അത് എല്ലാവർക്കും ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞു ഇതുണ്ട് എന്ന്. ഞാനുണ്ട് എന്നുള്ളതിന് തെളിവ് എന്താണെന്നറിയോ? ഈശ്വരൻ എന്താണ് ചോദിക്കുമ്പോൾ കേനോപനിഷത്തില് ഒരു മറുപടി, ഒരു ആചാര്യവചനം വരുന്നത് യച്ചക്ഷുഷ നപശ്യതി ഏന ചക്ഷുംഷി പശ്യതി. കണ്ണുകൊണ്ട് കാണുന്നത് അല്ല ഞാൻ, കണ്ണിന് കാണാനുള്ള കഴിവ് തരുന്നവനാണ് ഞാൻ. നോക്കുക, കണ്ണുകൊണ്ട് കാണുന്നതല്ല ഞാൻ, കണ്ണിന് കാണാനുള്ള കഴിവ് തരുന്നവനാണ് ഞാൻ. നമ്മൾ പറയുന്നത് എന്താ? നാവുള്ളത് കൊണ്ടാണ് രുചി അറിയുന്നത് എന്നാണ്. നാവുള്ളത് കൊണ്ടല്ല രുചി അറിയുന്നത്. നാവിന് രുചി തിരിച്ചറിയുവാനുള്ള കരുത്ത് കൊടുക്കുന്ന ഒരു ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് നാവ് തിരിച്ചറിയുന്നത്, രുചി തിരിച്ചറിയുന്നത്. ശവത്തിന് നാവുണ്ട്. ശവത്തിന്റെ നാവിൽ ഒരു കയ്യിൽ പഞ്ചാരപ്പായസം ഒഴിച്ചു കൊടുത്താൽ അതിന് മധുരം തിരിച്ചറിയില്ല. കാരണം എന്താ? അതിൻ്റെ ഉള്ളില് ആ നാവിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയില്ല. അങ്ങനെ ഒരു ശക്തി നമ്മളുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഈ ശരീരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ഒരു ശക്തി ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ ശക്തിയും ഉള്ളിലുണ്ട്, അതുപോലെ നമ്മുടെ ശരീരവും ഉണ്ട്. ജാഗ്രതയിൽ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്വപ്നത്തില് നമ്മളുടെ ഉള്ളിൽ ആ ശക്തി ഉള്ളത് കൊണ്ടാണ് എന്ത് കാണുന്നത്? സ്വപ്നം കാണുന്നത്. പക്ഷെ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നില്ല, ഒരു ഇന്ദ്രിയങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. സ്വപ്നം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വപ്നത്തിന് ആ ശക്തിയുണ്ട്. ഇനി നല്ല ഉറക്കം, അത് ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയാണ്? ഒന്നും അറിഞ്ഞില്ല, സുഖായി ഉറങ്ങി എന്ന് പറയാണ്. അവിടെയും ഞാൻ എന്ന് പറയുന്ന ആ ഒന്നും അറിഞ്ഞില്ല, സുഖായി ഉറങ്ങി. അത് കൊടുത്തോളൂ, ശ്രീമേഷിന് കൊടുത്തേക്കൂ, ശ്രീമേഷിന് കൊടുത്തോളൂ. ഇപ്പൊ തൽക്കാലം നിന്റെ കയ്യിലുള്ള എടുത്തു കൊടുത്തു, ഞാൻ പറയാം. ശരി, അതെ അതെ അതെ. അപ്പോഴ് ഗാഠനിദ്രയിൽ എന്താണ്? ഗാഠനിദ്രയില് സുഖായി എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആ സുഖം നമ്മൾ അനുഭവിക്കല്ല അറിഞ്ഞുവെങ്കിൽ നമുക്കത് ആ സുഖത്തിനെ നമുക്ക്, അല്ലെങ്കിൽ ഉറക്കം സുഖമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവിടെ ആരോ സാക്ഷിയായിട്ടുണ്ട്. നമ്മൾ ശരീരം പൂർണ്ണ റെസ്റ്റ് എടുക്കുമ്പോഴും ആരോ ഒരാൾ സാക്ഷിയായിട്ട് അവിടെയുണ്ട്. അതാരാന്നറിയോ? ഒരു ഉദാഹരണം പറയും. തന്ത്രത്തിലൊക്കെ ഒരു ഉദാഹരണം പറയും. സിന്ധോര്യധോർമിപടലസ്യ യഥാജവന്നേ ഇന്ധാൽ സ്ഫുലിംഗനികരസ്യ ഭിതാഭിതാവൽ. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അഹങ്കാരം എന്ന് പറയാറില്ലേ നമ്മൾ? അഹങ്കാരവും അഹംബോധവും ഉണ്ട്. ഈ അഹങ്കാരം ഉള്ളിലേക്ക് ലയിക്കും, ഉറങ്ങുമ്പം ഇല്ലാണ്ടാവും. പക്ഷെ അഹംബോധം നശിക്കില്ല. ജാഗ്രത്തിലും
സ്വപ്നത്തിലും സുഷുപ്തിയിലും അഹംബോധം ഉണ്ടാവും. ആ അഹംബോധമാണ് സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഈ അഹങ്കാരം എന്നുള്ളത് അഹംബോധം തമ്മിൽ തിരിച്ചറിയാൻ എളുപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിന്ധോർ യഥോർമി പടലസ്യ, സമുദ്രവും അതുപോലെ തന്നെ തിരയും, തീക്കനലും ജ്വാലയും, സൂര്യനും സൂര്യപ്രകാശവും. കടലുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? തിരമാലയുള്ളൂ. കടൽ വേറെയാണ്, തിരമാല വേറെയാണ്, അല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തിരമാല എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഭിന്നമാണ്. പക്ഷേ സത്യത്തിൽ ഭിന്നമാണോ? വെള്ളം തന്നെയാണ്. അപ്പൊ ആ വെള്ളം, തിരമാല ഓരോ തിരയടിച്ചു കഴിഞ്ഞാലും വീണ്ടും കടലിലേക്ക് തന്നെ അത് ലയിച്ചു പോകും, ആ വെള്ളമായിട്ട് തന്നെ മാറും. അതുപോലെ തീക്കനലും ജ്വാലയും, ഒരുപാട് തീ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഈ തെയ്യത്തിനൊക്കെ മേലേരി കൂട്ടില്ലേ, മേലേരി കൂട്ടുമ്പോൾ ആ കനലിങ്ങനെ നമുക്ക് അവിടെ കാണാം. ആ കനലിൽ നിന്ന് ജ്വാല പൊന്തി വരും. ജ്വാലയും തീയാണ്, കനലും തീയാണ്. പക്ഷേ എന്താണ്, രണ്ടും രണ്ടായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, കാണുന്നത്, അല്ലേ? അതുപോലെ സൂര്യനും സൂര്യപ്രകാശവും, സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി തന്നെയാണ് സൂര്യൻ, വെയിൽ എന്ന പേരിൽ നമ്മൾ കാണുന്നത്, അറിയുന്നത്. അത് രണ്ടും രണ്ടാണ്. പക്ഷെ ഈ 3 ഉദാഹരണത്തിൽ നോക്കുക, സൂര്യൻ ഇല്ലാതെ കണ്ട് സൂര്യപ്രകാശം ഉണ്ടാവില്ല, തീ കനലില്ലാതെ കണ്ട് ജ്വാല ഉണ്ടാവില്ല, കടലില്ലാതെ കണ്ട് തിരമാല ഉണ്ടാവില്ല. ഇവിടെ അഹംബോധം എന്ന് പറയുന്നത് സൂര്യനാണ്, അഹങ്കാരം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. എപ്പോഴും ഈ 3 അവസ്ഥകളിലും നമ്മളുടെ ഉള്ളിലുള്ളത് അഹംബോധമാണ്. ഉണർന്നു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും കിടന്നിട്ട് ഉണർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ആദ്യം പൊന്തുന്ന വികാരം എന്താണെന്നറിയോ? അഹങ്കാരമാണ്. അഹംബോധത്തിൽ നിന്ന് വരുന്ന അഹങ്കാരം പൊന്തിയാലേ ബാക്കിയുള്ളതൊക്കെ വരുള്ളൂ. ഞാൻ പൊന്തിയാൽ പിന്നെ എവിടെയാ കിടക്കുന്നത്, എന്താണ്, സുഖാണോ, ഏതാണോ, എല്ലാം വരും. പ്രഥമ വികാരോ അഹങ്കാര. അപ്പൊ അഹംബോധമാണ് നമ്മളുടെ ഈ ശരീരത്തിന് സാക്ഷി എന്നുള്ളതിന് ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലേ? ഇവിടെ 70 ദിവസം പ്രഭാഷണം നടത്തിയാലും അമ്പലത്തിന്റെ തൂണ് അടുത്ത ദിവസം പറയില്ല ഞാൻ പ്രഭാഷണം നടത്താം. എന്തുകൊണ്ടാ പറയാത്തത്? അതിന് സാക്ഷിയില്ല. അതിൻ്റെ ഉള്ളില് ഈ സാക്ഷി എന്ന് പറയുന്ന ശരീരത്തിന് മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന ആ സാക്ഷി ഭാവം അതിലില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ അതിനെന്തില്ല? ഈ ലോകവുമില്ല. അപ്പോ സാക്ഷിയാവണം എന്ന് മാത്രമല്ല, അവയെ സംബന്ധിച്ച് പിപീലികാന്തധനുഷു പ്രോത ജഗത് സാക്ഷിണി, എല്ലാറ്റിൻ്റെയും ഉള്ളില് പിപീലികാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉദാഹരണം പറഞ്ഞു, പ്രാണികളുടെ ഉള്ളില് സകല ജീവ. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് എന്താണ്, ഈ പ്രപഞ്ചത്തിൽ മുഴുവനും എൻ്റെ അംശമല്ലാത്തത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ കാണിച്ചു തരും. സകലതും ഈശ്വരമയമാണ്. ആ ഈശ്വരൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ഞാൻ എന്ന് പറയുന്ന വസ്തു ഈശ്വരനാണ് എന്നും, അല്ലെങ്കിൽ ആ ഈശ്വരന്റെ സാന്നിധ്യമാണ് ഈ ജഗത്തിനെ മുഴുവനും ഉജ്ജ്വലത്താക്കുന്നത് എന്നുള്ളതിന് തെളിവ് എന്താണെന്നറിയോ? ഈശ്വരൻ നിൽക്കുന്നത് വേദത്തിൽ പറയണത് സ്വർഗത്തിലാണോ വൈകുണ്ഠത്തിലാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഗതോസ്യ ജന്തോഹോ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളില് ആത്മാവിന്റെ രൂപത്തിൽ ഈ സാക്ഷി രൂപത്തിൽ നിൽക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. ഏറ്റവും ചെറുതിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവണം.
ഏറ്റവും വലുതിനെ ആവരണം ചെയ്തുകൊണ്ടും ഇതുണ്ടാവണം. അണോരണീയാൻ മഹതോ മഹീയാൻ. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് ബ്രഹ്മാവ് മുതൽ പിപീലികാന്തധനുഷു, ഒരു എറുമ്പ് വരെ എന്നാ പറയുന്നത്. അതുമല്ല, ഞാൻ പറയുന്നത് അതിനും ചെറുത്. വേദത്തിന് പറയുന്നത് ഏറ്റവും ചെറുതിൻ്റെ ഉള്ളിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും. എന്താ കാരണം എന്നറിയോ? നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു, സാക്ഷിയാവുക മാത്രമല്ല, ചലിപ്പിക്കുകയും വേണം. ചലിപ്പിക്കുന്നതായിരിക്കണം. നമുക്ക് കയ്യെ കാലൊക്കെ പൊന്തിക്കണമെങ്കിൽ, ചലിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഉള്ളിൽ ജീവൻ വേണം. ഒരാറ്റത്തിൻ്റെ ഘടന പറയുമ്പോൾ, ഇന്നലെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരാറ്റത്തിൻ്റെ ഘടന കണക്കാക്കുമ്പോൾ, ഒരാറ്റമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും ചെറുത് എന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടാവും. ഈ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും വ്യക്തമായ ദിശാബോധത്തോടു കൂടെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചലിക്കുന്നുണ്ടത്. അപ്പം ആറ്റമേ ഏറ്റവും ചെറുത്. അതിൻ്റെ ഉള്ളിൽ എത്രയോ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ വലുപ്പത്തിലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ ഓരോ ഇലക്ട്രോണിൻ്റെയും ഉള്ളിൽ ഈ ശക്തി ഉണ്ടാവണം. ഇല്ലേ പിന്നെ എങ്ങനെ അതിന് ചലിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഒരാറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും ഒക്കെ ചലിപ്പിക്കുന്ന എനർജി ഏതാണോ അതാണ് ഹിന്ദുവിന് ഈശ്വരൻ. അതുകൊണ്ടാണ് അണോരണീയാൻ, ഏറ്റവും ചെറുതിൻ്റെ ഉള്ളിൽ ഈ ശക്തിയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ആ ശക്തി ഇല്ലാത്തതൊന്ന് കാണിച്ചു തരൂ. ഇനിയോ മഹതോ മഹീയാൻ, ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാവുന്നത് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി കൂട്ടിക്കോളൂ. നോക്കത്താ ദൂരം നീണ്ടുകിടക്കുന്ന ഈ ഭൂമി നമ്മളെ സംബന്ധിച്ച് വലുതാണെങ്കിലും ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ വളരെ ചെറുതാണ്. 1000 ഭൂമിയെ വിഴുങ്ങാനുള്ള വ്യാസം സൂര്യനുണ്ട്. സൂര്യൻ നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറുതാണ്. അത്തരത്തിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ നമ്മളുടെ ഈ ഗാലക്സിയിലുണ്ട്. അതുപോലെ തന്നെ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ഈ ഗാലക്സിയുടെ വലുപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ വലുതാണ്. അപ്പോൾ ഏറ്റവും നമ്മളുടെ ഈ ഭൂമിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന സൂര്യനിലേക്കുള്ള ദൂരം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എന്താണ്? 8 സെക്കൻഡ് അല്ല 8 മിനിറ്റ് ആണ് സൂര്യനിൽ നിന്ന് രശ്മി ഭൂമിയിലെത്താൻ വേണ്ടുന്ന സമയം. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. അപ്പൊ ഒരു മിനിറ്റില് സ്വാഭാവികമായിട്ടും 3 ലക്ഷം ഇൻറ്റു 60, അത് എന്നെ 8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം കണക്കാക്കാൻ പറ്റും. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏകദേശം 14,40,00,000 കിലോമീറ്റർ ആണ് നമ്മളുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം വരിക. ഇത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം, നക്ഷത്രം. ഇങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ ഇത്രയും വിട്ടിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എന്ന് ആലോചിച്ചു. ഈ ഒരു നമ്മളുടെ ഗാലക്സിയുടെ, പ്രപഞ്ചമല്ല, നമ്മളുടെ ഗാലക്സിയുടെ വലുപ്പം എന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലുള്ള എത്രയോ ഗാലക്സികള് ഈ മഹാപ്രപഞ്ചത്തിലുണ്ട് എന്നാ പറയണത്. ഇതെല്ലിപ്പം എന്താ പറയണത്, പിന്നെ നമ്മളിപ്പോ സയൻസ് കണ്ടുപിടിച്ചതാണ് എന്ന് ധരിക്കുകയാണെങ്കിൽ ധരിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് ഇപ്പം നമ്മളൊക്കെ ധരിച്ചെന്താ അറിയോ, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് സയൻസ് എന്നാ. മെഗല്ലനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് എന്ന് ധരിക്കുന്നവർ ഒരുപാടുണ്ട്. കുറ്റമല്ല പറയുന്നത് കേട്ടോ, എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ള, ഞാനും അങ്ങനെയാ പഠിച്ചിട്ടുള്ള, അങ്ങനെ ഉത്തരം എഴുതിയാലേ പരീക്ഷയ്ക്ക് മാർക്കും കിട്ടുള്ളൂ. പക്ഷേ അതിന് മുന്നേ ഭൂഗോളം എന്ന് പറയാറുണ്ട് ഇവിടെ. എത്രയോ അതിനൊക്കെ എത്രയോ മുമ്പുള്ള പുസ്തകങ്ങളില്, ഭാരതത്തിന്റെ ഗ്രന്ഥങ്ങളില് ഭൂഗോളം എന്നാ പറയാ. ഗോളം എന്ന് പറഞ്ഞാൽ പരന്നതാണോ? അല്ലല്ലോ, ഭൂഗോള വർണ്ണന അല്ലേ?
അപ്പോൾ അങ്ങനെ ധരിക്കുന്നവരോടൊന്നും എനിക്കും പറയാനില്ല. പക്ഷേ നോക്കൂ, ലളിതാ സഹസ്രനാമത്തിൽ ദേവീനെ സ്തുതിക്കുന്ന ഒരു മന്ത്രം എന്താ അറിയോ? അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ നമഃ. ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം, ഗാലക്സി. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ നമഃ എന്നാ പറയുന്നത്. കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിച്ച് സംഹരിക്കുവാൻ കഴിവുള്ള അല്ലയോ മഹാമായേ. അപ്പോൾ എത്രയോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. മാത്രമല്ല അതിനെ ചലിപ്പിക്കുന്നവളെ, സൃഷ്ടിക്കുന്നവളെ എന്നാണ് പറഞ്ഞത്. അപ്പം അതിനെയും ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ആരോ ആകട്ടെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവെന്താണെന്നറിയോ? അപ്പോൾ നമ്മളിപ്പം മോഡേൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? സയൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഗ്രഹണം എന്ന് പറയുന്ന സാധനം സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ ഭൂമിയും നേർരേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം എന്ന് പറയുന്നത്. അത് ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ എന്തോ ആയിക്കോട്ടെ, ഇത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വാനനിരീക്ഷണം വരുന്നതിന് മുൻപ് ഇവിടെ ഗ്രഹണം പ്രഡിക്റ്റ് ചെയ്തിട്ടുമുണ്ട്, അത് സംഭവിച്ചിട്ടുമുണ്ട്. അതെങ്ങനെയാണ് അവർ പ്രഡിക്റ്റ് ചെയ്തത്? ഒരു സിമ്പിൾ ചോദ്യമാണ്. നിങ്ങളുടെ ജ്യോതിഷം മുഴുവൻ തെറ്റെന്ന് വേണമെങ്കിൽ പറഞ്ഞോ, എന്നാൽ ഇതെങ്ങനെ ഇവർ ചെയ്തു? ഇവിടെ ഇരുന്നിട്ട് കബഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും പറിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെയാണ് ഇവർ പറയുന്നത് ഇത്ര വർഷം കഴിഞ്ഞാൽ ഗ്രഹണമുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷം ഇത്ര ഗ്രഹണമുണ്ട്. ആണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ. ഈ വാനനിരീക്ഷണമൊന്നും അറിയാത്ത, ഗണിതമറിയുന്ന ജ്യോതിഷത്തിലെ ഗണിത ശാസ്ത്രജ്ഞന്മാരോട് അല്ലെങ്കിൽ ഗണിതം നന്നായിട്ട് അറിയുന്ന ജ്യോത്സ്യന്മാരോട് ചോദിക്കുക. അവരുണ്ടല്ലോ ഈ കബഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരത്തിയിട്ട് 2030 ഗ്രഹണമാണ് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾ ടൈമൊക്കെ എഴുതി വെക്കുക. അത് നടക്കുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ കബഡിയുടെ മാന്ത്രികമാണോ മറ്റേ മാന്ത്രിക, എല്ലാവർക്കും ഈ ദിവ്യത്വം ഉണ്ടാവില്ലല്ലോ. വ്യക്തമായ കണക്കാണ്. അതിലെ ഗണിതത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഗണിതമാണ്. സൂര്യന്റെയും ഭൂമിയുടെയും അതുപോലെ തന്നെ ചന്ദ്രന്റെയും സഞ്ചാര വേഗത ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഭൂമിയും ചന്ദ്രനുമൊക്കെ ചലിക്കുന്നുണ്ടെങ്കിൽ ആ ചലിക്കുന്ന ഗ്രഹങ്ങളുടെ വേഗത കൃത്യമായിട്ട് ആര് പറഞ്ഞു കൊടുത്തു? അല്ലെങ്കിൽ അതിനെ ചലിപ്പിക്കുന്ന ശക്തി ഏതാണ്? ഒരു കാര്യം സയൻസ് കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചതെന്നറിയോ? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതിന് എത്രയാ സമയം വേണ്ടത്? 24 മണിക്കൂറാണെന്നും കണ്ടുപിടിച്ചു. അത് 25 ആക്കാൻ പറ്റൂ? എന്നാ 23 ആക്കാൻ പറ്റൂ? അപ്പം ഭൂമിക്ക് തന്നെ എന്ത് പറ്റുന്നില്ല? സ്വന്തം ഭ്രമണ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഭൂമിയല്ല ഭൂമിയെ നിയന്ത്രിക്കുന്നത് വേറെ ആരുമാണ്. ചന്ദ്രനല്ല ചന്ദ്രനെ നിയന്ത്രിക്കുന്നത് വേറെ ആരുമാണ്. അല്ലെങ്കിൽ ചന്ദ്രന് തോന്നുന്ന പോലെ പോവാ. നോക്കൂ, ഇവിടുത്തെ ഒരു ഗ്രഹങ്ങളെയും അതതിനെ നിയന്ത്രിക്കുന്നത് അതത് ഗ്രഹങ്ങളല്ല. അപ്പൊ പിന്നെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തി വേറെ ഏതോ ഒന്നുണ്ടായിരിക്കണം. അതാണ് ഹിന്ദു ഈശ്വരൻ. ഇനി കേംബ്രിഡ്ജ് പോലുള്ള സർവകലാശാല പറയുന്നത് എന്താണെന്നറിയോ? അവർ ഈ വാദത്തിനെ കുറച്ചൊന്ന് മാറ്റിയിട്ട് പറഞ്ഞു, ഈ ഭൂമി മുഴുവനും, അത് ഈ പ്രപഞ്ചം മുഴുവനും സ്വബോധമുള്ളതാണ് എന്ന് പറഞ്ഞത്. സ്വബോധമുള്ളതാണ് എന്ന് പറഞ്ഞാലും ഈ വാദം അംഗീകരിക്കണം. കാരണം എന്താ? ഒരു ശവം കിടക്കുമ്പോൾ നമ്മൾ പറയുമോ ഇതിന് ബോധമുണ്ടെന്ന്? ശവത്തിന് ബോധം ഉണ്ടാവില്ലല്ലോ. ബോധമുള്ളവന് ജീവനുണ്ട്. അപ്പൊ പിന്നെ പ്രപഞ്ചത്തിന് ജീവനുണ്ടെന്നത് അവർ വ്യംഗ്യമായിട്ട് സമ്മതിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് ജീവനുണ്ട്, ഉണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ ജീവനാണ് ഹിന്ദുവിന് ഈശ്വരൻ. ആ ജീവൻ സകലതിനും സാക്ഷിയുമാണ്. അതാണ് ബ്രഹ്മാദി പിപീലികാന്തധനുഷു പ്രോദ. സകലതിൽ ഏറ്റവും ചെറുതിലും വലുതിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി എന്താണ് പറഞ്ഞത്? സൈവാഹം. ആചാര്യസ്വാമികൾ പറയാണ്, ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട്, എന്നിലും നിന്നിലും
ഏത് ശരീരത്തിലും അങ്ങനെ ഒരു ശക്തിയുണ്ട്. എന്നിട്ട് പറഞ്ഞു സൈവാഹം, അത് ഞാനാണ് എന്ന് ഉറപ്പിച്ചു. എന്നിട്ടോ നച ദൃശ്യവസ്തു, കാണുന്നതൊന്നും ഞാനല്ല. ആചാര്യസ്വാമികൾ പറയാണ്, ഈ പ്രപഞ്ചത്തിന് മുഴുവനും സാക്ഷിയായിട്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഏതൊരു ശക്തിയുണ്ടോ ആ ശക്തി ഞാനാണ്. നച ദൃശ്യവസ്തു, ഈ കാണുന്നതൊന്നും ഞാനല്ല എന്ന് വളരെ വ്യക്തമായി. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ആദ്യം ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞത്. ന ഭൂമി എന്ന തേജോ ന വായു എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഓരോന്ന്. ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നും എടുത്ത് പറയാണ്. 10 ശ്ലോകം കൊണ്ട് സകലത്തിനെയും നിഷേധിച്ച് പോയി കഴിഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കാത്ത അന്തര്യാമിയായിട്ടുള്ള ജഗത്സാക്ഷിയെ കാണിച്ചിട്ട് പറയാണ് ശിവോഹം 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 ശിവോഹം. ആ ശിവമാണ് ഞാൻ. അത് തന്നെ ഒന്നും കൂടെ വ്യക്തമായിട്ട് ആചാര്യസ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ഹസ്താമലകൻ അതിനേക്കാൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതൊന്നും ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഏതൊരു ചൈതന്യമാണോ എൻ്റെ ഉള്ളിൽ സദാ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞാനാണ്. അങ്ങനെ പറഞ്ഞു. ശിവൻ എന്ന് പറയുമ്പോൾ ചിലപ്പം ചിലർക്ക് സംശയം ഉണ്ടാവും, കൈലാസത്തിലുള്ള ശിവനാണെന്ന് തോന്നുന്നു. അതുമില്ല, വ്യക്തമായി പറഞ്ഞു എൻ്റെ ഉള്ളിലുള്ള സാധനം തന്നെയാണത്. നിജബോധരൂപ, ആ ചൈതന്യം ഞാനാണ് എന്ന് തോന്നുന്ന വ്യക്തി ദായമായിക്കോട്ടെ. ചണ്ടാളോസ്തു സദ്യുജോസ്തു, അത് ചണ്ടാള ശരീരത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ ശരീരത്തിലായിക്കോട്ടെ, അത് എവിടെയാണെങ്കിലും ശരി, ഗുരുത്യേഷാ മനീഷാ ആ വ്യക്തി എനിക്ക് ഗുരുവാണ്. വളരെ സംശയത്തിനിടയില്ലാതെ കണ്ട് ആചാര്യസ്വാമികൾ പറയുകയാണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ ഒരു ചെറിയൊരർത്ഥം. അങ്ങ് പറഞ്ഞു പോവാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടു പോകും. ജാഗ്രൽ സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭരേ യാ ബ്രഹ്മാദിപിപീലികന്തതനുഷു പ്രോദാ ജഗത്സാക്ഷിണീ സൈവാഹം നജ ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞ യസ്യാസ്തി ചേത്. ദൃഢപ്രജ്ഞയാണ്. അതങ്ങ് ഉറച്ച ഒരു ബോധമുള്ളവനെ ആരായാലും ചണ്ടാളോസ്തു സദ്യുജോസ്തു ഗുരുവിത്യേഷാ മനീഷാ മമ. രണ്ടാമത്, ആ ബോധം നല്ലവണ്ണം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആചാര്യസ്വാമികൾ പറയാണ്, അടുത്ത ശ്ലോകത്ത് പറയാണ്, ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മൻ തന്നെയാണ്. ഇത് ഉറപ്പിച്ചു. എന്നിട്ട് അടുത്ത ഇത് പറയാണ്, ഈ പ്രപഞ്ചമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മൈവാഹം ഇദം ജഗച്ഛ സകലം ചിന്മാത്ര വിസ്താരിതം. ഇദം ജഗച്ഛ സകലം ചിന്മാത്ര വിസ്താരിതം. ലോകത്തിൽ 2 കാര്യമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്താണെന്നറിയോ? ഒന്ന് അഹം, ഒന്ന് ഇതം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഇതെന്ന് പറഞ്ഞാലോ അതല്ലാത്തതല്ല. ഞാനല്ലാത്തത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, നിങ്ങളും ഈ കാണുന്നതും സകലതും, അതെന്താണ്? ചിന്മാത്ര വിസ്താരിതം. എവിടുന്നോ പൊന്തി വന്ന സാധനമാണ്. അതെവിടുന്നാണ് നോക്കാൻ നമുക്ക്. സർവം ചെയ്തത് അവിദ്യയാ, അവിദ്യ കൊണ്ടാണ്. ത്രിഗുണയാ, ത്രിഗുണ കൊണ്ടാണ്. എന്നിട്ടോ അശേഷം മയാ കൽപ്പിതം. ഏതുപോലെ? സ്വപ്നത്തിലെ പോലെ. ഇവിടെ പറയുന്നത് അശേഷം മയാ കൽപ്പിതം എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ? ഈ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയാറില്ലേ നമ്മള്? പലരും ഇതിന്റെ വ്യാഖ്യാനം എന്താ പറയാറെന്നറിയോ? ലോകമില്ലാത്തതാണ്, വിഖ്യാതമാണ്. ലോകമില്ലാത്തതെന്ന് എങ്ങനെ പറഞ്ഞ, അങ്ങനെ പറഞ്ഞ ആർക്കാ മനസ്സിലാവുക? ലോകം ഇല്ലാത്ത, മിഥ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തത് എന്നല്ല അതിന് വ്യാഖ്യാനം. മിഥ്യ എന്ന് പറയുന്ന വാക്കിന് എന്താ അർത്ഥം എന്നറിയോ? തെറ്റായി ധരിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അത് ധരിക്കാതെ കണ്ട് നിങ്ങൾ തെറ്റായി ധരിച്ചാലാണ് മിഥ്യാധാരണ എന്ന് പറയുക, അല്ലെ? മിഥ്യാധാരണയാണ് അത്, നിങ്ങളുടെ മിഥ്യാധാരണയാണ് എന്ന് പറയില്ലേ? ഈ മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നിങ്ങൾ എന്തോ ഉണ്ടാക്കി പറയാണ് എന്നാണ് അതിനർത്ഥം. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഇതം ജഗത്ത്
മയാ കൽപ്പിതം, ഞാനില്ലാത്ത എന്തോ ഉണ്ട് എന്ന് കൽപ്പിച്ചതാണ്. കാരണം ഇതെല്ലാം മാറും. യഥാർത്ഥത്തിലുള്ളത് ഒന്നേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് ഈ കാണുന്നത് മാത്രം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ അപകടം വരുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞത്. അതിനൊരു ഉദാഹരണം എന്താ പറയുക അറിയോ? ഇപ്പൊ ഈ ഒരു പകുതി വെളിച്ചം, അരണ്ട വെളിച്ചത്തില് നമ്മൾ നടന്നു പോവാണ്, കയ്യിൽ ടോർച്ചില്ല, ഒരു കയറിന്റെ കഷ്ണം അവിടെ കണ്ടു. പെട്ടെന്ന് നമ്മൾ പാമ്പ് എന്ന് തോന്നി, എന്തോ പാമ്പിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തോണ്ട് നടക്കുകയാണ്. അപ്പൊ മുന്നിലുള്ള ഈ കയറ് കണ്ടപ്പോ പാമ്പ് എന്ന് കണ്ടു തോന്നി, ഒരൊറ്റ ചാട്ടം ചാടി ഒരു കുറ്റിന്റെ മുകളിൽ വീണു. കുറ്റി കൊണ്ടപ്പോ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പാമ്പുണ്ട് പാമ്പുണ്ട് എന്ന് തന്നെ പറയാണ്. അവിടെ നോക്കുമ്പോൾ പാമ്പിനെ ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നുണ്ട്. പാമ്പുണ്ട് അവിടെ ഉണ്ട്, ആരും പോകണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്തെ ആരോ ഒരാളെ ടോർച്ച് അടിച്ചു നോക്കി. ഓ കയറാ കഴിഞ്ഞു. അപ്പൊ ആ പാമ്പ് എവിടെ പോയി? പാമ്പില്ല. ശരിക്ക് പാമ്പുണ്ട് എന്ന് നമുക്കൊരു മിഥ്യാധാരണ വന്നു ഇല്ലേ? ഇതുപോലെയാണ് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും യഥാർത്ഥത്തിലുള്ളതിനെ അല്ല നിങ്ങൾ കാണുന്നത്, ഇല്ലാത്തതിനെ അതിൻ്റെ മുകളിൽ ആരോപണം ചെയ്യാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് ഒറ്റൊന്നേ ഉള്ളൂ, ജഗസാക്ഷിയായിട്ടുള്ള ആ ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഓരോരോ വേഷം കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്നാ പറയുന്നത്. അതിനെ നിഷേധിക്കണ്ട. നമ്മള് ഈ പ്രപഞ്ചത്തിനെ നിഷേധിക്കണ്ട എന്നാ പറയുന്നത്. അവിടെ ഉള്ളത് ഇങ്ങനെ നിന്നോട്ടെ, അതിനൊന്നും വിഷയമില്ല. ഇനിയിപ്പം നിങ്ങൾ ഒരു രൂപം കൊടുത്തിരുന്ന രൂപം കൊടുത്തോളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ഇത് എങ്ങനെയാണ് അങ്ങനെ പൊന്തി വന്നത് എന്നാണെങ്കിൽ, സ്വപ്നത്തിന് എവിടുന്നാ പൊന്തി വന്നത്? സ്വപ്നത്തിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും, ഇപ്പം ഒരു കളിമണ്ണ് പാത്രം ഉണ്ടാക്കണമെങ്കിൽ കളിമണ്ണ് വേണ്ടേ? നിങ്ങൾ എങ്ങനെ ഈ കസേരയൊക്കെ നിങ്ങൾ എങ്ങനെ എവിടുന്ന് ഉണ്ടാക്കി? അതിനുള്ള പ്ലാസ്റ്റിക് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഉറക്കത്തിൽ ഒന്നും കിട്ടിയില്ലല്ലോ. ഒന്നുമില്ലാതെ കണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളില് സ്വപ്നത്തിൽ ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുകയാണ്. നമ്മളുടെ അനുഭവ പ്രപഞ്ചം മുഴുവനും, അല്ലെ? അനുഭവമില്ലാത്ത പ്രപഞ്ചം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അനുഭവ പ്രപഞ്ചം മുഴുവനും നമ്മൾ സ്വപ്നത്തിൽ ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ്. എന്നിട്ടോ അതിനോടൊരു താതാത്മ്യം പ്രാപിക്കും. അതാണ് മായ എന്ന് പറയുന്നത്. എന്താണ്? ഈ സ്വപ്നത്തിൽ ഞാൻ കാണുന്നതിനോട് ഞാനൊരു താതാത്മ്യം പ്രാപിച്ചിട്ട് ഞാൻ ദുഃഖിക്കുക ഇല്ലേ? കരയുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഒരാളെ പിടിച്ചുണർത്തിയപ്പോ ചോദിച്ചു, എന്തിനാ? മുഴുപട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ആരോ ആഹാരം ഉണ്ടാക്കിയിട്ട് വിളിച്ചപ്പോൾ ചോദിച്ചു, എന്തിനാ എന്നെ വിളിച്ചു ചോദിച്ചു. അല്ല, എന്താ ഇപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? അല്ല, ഞാൻ രാജാവായിരുന്നു സ്വപ്നത്തിൽ. ഭക്ഷണം ഉറക്കത്തില് ഉറങ്ങി കഴിയുമ്പോൾ നല്ല രാജാവായിട്ട് കുറേ മൃഷ്ടാന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അന്നേരം വിളിച്ചുണർത്തിയത്. അപ്പോ ഉറക്കത്തിൽ കാണുന്നതിനോടൊരു താതാത്മ്യം വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരുന്നു? അതിനാണ് മായ എന്ന് ഭഗവാൻ പറയുന്നത്. ഈ മായ എന്നെ മോഹിപ്പിക്കരുത് എന്ന് രാമായണത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്കേ കാണാം. പലരും പ്രാർത്ഥിക്കുന്ന എന്താ അറിയോ? ഭഗവാനെ, അവിടുത്തെ മായ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ആ മായ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒരു പകുതിയോളം സമാധാനമാവും. നമ്മൾ അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്തതിൻ്റെ പിറകെ ചിന്തകൾ കൊണ്ടുപോവില്ല. ഇപ്പം പലരും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ ആണെങ്കിലും എന്നാലും, അതായത് നിഷേധിക്കും തോറും ഉള്ളിൽ കയറിക്കൂടുന്ന ഒരു വിഷയമാണിത്. നമ്മൾ എന്തിനെയാണോ നിഷേധിക്കുന്നത് അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താന്ന്, ഈ ഈശ്വരൻ ഇല്ല 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 എന്ന് പറയുന്നവരുണ്ടല്ലോ, ഓനായിരിക്കും ഏറ്റവും വലിയ ഭക്തൻ. ഇപ്പൊ പെട്ടെന്ന് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ളവർ അവസാനം ആ നിഷേധം തന്നെ അവർക്കൊരു സത്യദർശനം കാണിച്ചു കൊടുക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മള് ഈശ്വരന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കിയിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഈ ജഗത് സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് എന്ന് പറയുമ്പോൾ
നിങ്ങളെല്ലാം വേറെയാണ് ധരിച്ചു കഴിഞ്ഞാൽ ഭയം വരും. അവിടെ ദ്വിതീയാത് ഭയം ഭവതി. ഇവിടെ ഭഗവാൻ ആചാര്യസ്വാമികൾ പറയണത് അങ്ങനെ രണ്ടില്ല. ബ്രഹ്മൈവാഹവിദം ജഗച്ഛ സകലം ചിന്മാത്ര വിസ്താരിതം. പിന്നെയും നമുക്ക് സംശയം ഉണ്ടാവും, എന്നാലും അങ്ങനെ വരുമോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ശ്വേതകേതു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ഉദ്ദാലകൻ എന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, വേദത്തിൽ വരുന്നൊരു കഥയാണ്. ആ ശ്വേതകേതുവിനോട് വേദം മുഴുവൻ പഠിക്കാൻ വേണ്ടി ആദ്യമൊക്കെ മടി കാണിച്ചു, പിന്നീട് വേദം പഠിക്കാൻ പറഞ്ഞയച്ചു. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പം ശ്വേതകേതു ഋഗ്വേദവും യജുർവേദവും അഥർവവും സാമവും ഒക്കെ പഠിച്ചു. 4 വേദങ്ങളും പഠിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നു. ഗുരുകുല സമ്പ്രദായമാണ്. അതെല്ലാം കഴിഞ്ഞ് ഗുരുവിന് ദക്ഷിണയൊക്കെ കൊടുത്ത് വീട്ടിൽ വന്നിരുന്നു. അപ്പം അച്ഛൻ ഇതുപോലെ ഗുരുകുലത്തൊക്കെ നടത്തുന്ന ആളാണ്. അച്ഛൻ്റെ ഇടയ്ക്ക് നല്ല പഠിച്ചതൊക്കെ വേറെ എടുക്കുന്നതാണ്. അപ്പം അച്ഛൻ വന്നിട്ട് ചോദിച്ചു, മോനെ എന്തൊക്കെ പഠിച്ചു? എല്ലാം പഠിച്ചു. ആ എല്ലാം പഠിച്ചുവല്ലോ. എല്ലാം പഠിച്ചു ചോദിച്ചു. ആ എല്ലാം പഠിച്ചു. അപ്പൊ പറഞ്ഞു, ഈ ലോകം എവിടുന്നാ ഉണ്ടായത് ചോദിച്ചു. ആ പിന്നെന്താ നീ പഠിച്ചത്? അപ്പൊ ഒരു കാര്യം ചെയ്യുന്നൊരു അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഒരരയാലിന്റെ വിത്ത് എടുത്തു കൊണ്ടുവരാൻ പറയും. ഒരരയാലിന്റെ വിത്ത് കൊണ്ടുവന്നിട്ട് അത് പൊട്ടിക്കാൻ പറയും. പൊട്ടിക്കുമ്പോൾ എന്ത് കാണുന്നുണ്ട് ചോദിച്ചു. ധാനാഹ, ചെറിയ ഈ എള്ളിന്റെ മണിയില്ലേ, അതുപോലെ തന്നെ എന്തൊക്കെയോ കുറെ അരിമണി പോലെ കുറച്ച് സാധനം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലൊരെണ്ണം എടുത്ത് പൊട്ടിക്കാൻ പറഞ്ഞു. അതിലൊരെണ്ണം എടുക്കാനേ കിട്ടുന്നില്ല. അപ്പോൾ പൊട്ടിച്ചു പറഞ്ഞു, എന്താ കാണുന്നു? ഒന്നും കാണുന്നില്ല അവർ. പൊട്ടിക്കാൻ തന്നെ പറ്റാത്ത അത്രയും ചെറുതാണ്. അത് പൊട്ടിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉദാലകൻ പറയുകയാണ്, നീ ഇപ്പൊ ഒന്നും കാണുന്നില്ല പറഞ്ഞ ഈ സാധനമില്ലേ, ഇതിന്റെ മുകളിൽ നിന്ന് ഈ അരയാലുണ്ടായെന്ന് പറഞ്ഞാലോ. നമുക്ക് ഒരരയാലുണ്ടാകാനുള്ള സകല എസൻസും ആ ഒരു കായയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ അരിമണി പോലുള്ളതിൻ്റെ ഉള്ളില് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ വലിയ തടിച്ച കാണ്ഡവും ശാഖയും ഉപശാഖയും ഇലകളും, ആ ഇലകൾ ഓരോന്നും പൊഴിഞ്ഞു പോയാൽ വീണ്ടും ഉണ്ടാകേണ്ട ഇലകളും, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് അരയാലിനെ സൃഷ്ടിക്കാനുള്ള വിത്തും, ആ വിത്തിന്റെ ഉള്ളിൽ ഈ ഇത്തരത്തിലുള്ള എസൻസും സകലതും എവിടുന്നുണ്ടായത്? ഈ ഒരു അരിമണീൻ്റെ ഉള്ളിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് പ്രപഞ്ചം. നമ്മൾ ചിന്തിക്കുന്നത് ഇതിനൊക്കെ കുറെ കളിമണ്ണുണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒരു പാത്രം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, അല്ലേ? അതുണ്ടാക്കാൻ എവിടെയോ ഇന്നും അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വൈദ്യശാസ്ത്രജ്ഞർ നിഷേധിച്ചിട്ടുണ്ട്. ക്ലോണിങ് എന്ന് പറയുന്ന സാധനം, അല്ലേ? ഒരു ഉദാഹരണം പറയും. ക്ലോണിങ്ങിന്റെ ഒക്കെ ഒരു ഉദാഹരണം പറയാം. ദേവി ഭാഗവതത്തിലെ ഒരു കഥയുണ്ട്. രക്തബീജൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരനുണ്ട്. ഈ രക്തബീജൻ എന്ന് പറയുന്ന അസുരന്റെ സ്വഭാവം എന്താ അറിയോ? ഇയാളെ കൊല്ലാനേ പറ്റില്ല. എന്താ കാരണം? എന്തായുധം കൊണ്ടിട്ട് ഇയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു വീണ വിചാരിക്കുക. രക്തം നിലത്ത് വീണ അതിൻ്റെ ഉള്ളിൽ നിന്ന് 1000 രക്തബീജന്മാരുണ്ടാവും. ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഇങ്ങനെ രക്തബീജന്മാരുണ്ടായി. ഇവനെങ്ങനെ കൊല്ലാൻ പറ്റും? ആ ഓരോ രക്തബീജന്റെ ശരീരത്തിൽ വെട്ടിയാലും ഇതേപോലെ രക്തം നിലത്ത് വീണ വീണ്ടും അസുരന്മാരുണ്ട്. പിന്നെ എങ്ങനെ കൊല്ലും ഇവനെ? അപ്പൊ ദേവി എന്ത് ചെയ്തു എന്നറിയോ? ഒരു സൂത്രം ചെയ്തു. ദേവി വലിയ രൂപം കെടുത്തു. വലിയ രൂപം കെടുത്തിട്ട് നാവങ്ങ് ഈ രക്തബീജനടക്കം നാവിന്റെ മുകളിലേക്ക് കയറ്റി ഒറ്റ വിട്ട. നിരത്ത് വീണാലല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാം കുടിച്ചു. ഇങ്ങനെയാണ് രക്തബീജനെ കൊല്ലുന്നത്. കഥയാണ്, ഒരു സിമ്പിൾ കഥ മാത്രം. പക്ഷേ അതിൽ നിന്ന് നോക്കൂ, ക്ലോണിംഗ് ഇല്ലേ? അതൊരു സങ്കല്പമല്ലേ? ആ സങ്കല്പമാണെങ്കിലും അത് ഇന്ന് യാഥാർത്ഥ്യമാണ് എന്ന് പറയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള ഒരു ജീവിയുടെ കോശങ്ങൾ ഏതെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ജീവിയെ സൃഷ്ടിക്കാൻ പറ്റുമത്രേ. ഒന്നും കളവൊന്നുമല്ല. അപ്പൊ ഈ നമുക്ക് നമ്മളുടെ ശാസ്ത്രം മുഴുവനും ഒരു കാലഘട്ടത്തില് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തതാണെന്നൊന്ന് തള്ളിക്കളയേണ്ടതോ പുച്ഛിച്ച് കളയേണ്ടതോ അല്ല. പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് തീർത്തും തെറ്റാണെങ്കിലേ തള്ളിക്കളയേണ്ട ആവശ്യവും. ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഏതോ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ എസൻസ് ഞാനും നിങ്ങളും അടക്കമുള്ള ജീവനുള്ളവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിന് തെളിവെന്താ അറിയോ? നോക്കൂ, നമ്മൾ
ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ടെക്നോളജി മുഴുവൻ ജീവനില്ലാത്ത ഏതെങ്കിലും വസ്തു അല്ലെ ജീവനോ ജീവികളോ കണ്ടുപിടിച്ചതാണോ? ഹിന്ദു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജീവനുള്ള ആരോ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന സകല നമ്മൾ അനുഭവിക്കുന്ന ശാസ്ത്രത്തിന്റെ സകല നേട്ടങ്ങൾ. ജീവനില്ലാത്ത നിന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ബാധിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കുക ജീവനില്ലാത്ത കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ്. അതെനിക്കറിയില്ല. ജീവനുള്ളതിൽ നിന്ന് വന്നത് കൊണ്ടാണ് സനാതന ധർമ്മം പറയുന്നത് ഈശ്വരദത്തമാണിത് എന്നാണ്. കാരണം എന്താ? സനാതന ധർമ്മത്തിന്റെ ദൃഷ്ടിയിൽ ഈശ്വരൻ ജീവോ ബ്രഹ്മൈവ നാപര, ജീവനാണ് ഈശ്വരൻ. ജീവനുള്ളവർക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം അതിന് കാരണം കൂടെ പറയാണ് ഈ സകല ലോകത്തിലുള്ള സകല ടെക്നോളജിയുടെയും ഉറവിടം ജീവനാണ്, സോഴ്സ് ജീവനാണ്. ഇനി അങ്ങനെയാണ് എന്നുള്ളൊരു തെളിവ് നമ്മൾ പറയുന്നത് എന്താ? ഇതെല്ലാം നമ്മൾ കാണാപ്പാഠം പഠിച്ചുകൊണ്ടാകുന്നതാണ്. ആണോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളൊരു ചെറിയൊരു കുളം, അത്രയേ വേണ്ടു, ഒരു 2 സെന്റിൽ ഉള്ള ഒരു കുളം എടുത്തു. ആ കുളത്തിന്റെ നടുക്ക് ഒരു പുൽത്തകിടി വെക്കുക. ഈ പുൽത്തകിടിയിൽ വിരിയാൻ പോകുന്ന ഒരു താറാവിൻ്റെയും കോഴിയുടെയും മുട്ട വയ്ക്കുക. നമ്മൾ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടാണ് നമുക്ക് ഈ ബോധം ഉണ്ടായത്, അറിവുണ്ടായത് എന്നാണെങ്കിൽ ഈ താറാവിൻ്റെയും കോഴിയുടെയും മുട്ട ആ പുൽത്തകിടിയിൽ നിന്ന് വിരിഞ്ഞു എന്ന് വിചാരിക്കുക. കോഴിക്കുഞ്ഞുണ്ടായി, താറാവിൻ്റെ കുട്ടി ഉണ്ടായി. ഇതിലേതാ വെള്ളത്തിലേക്ക് ചാടുക? താറാവ് ചാടൂല്ലേ? താറാവിനോട് ആരാ പറഞ്ഞത് നീ വെള്ളത്തിൽ ചാടിയാൽ ചാവൂലെന്ന്? അതിൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട്. ആ ജീവൻ, അതിൻ്റെ ഉള്ളിലുള്ള ജീവന് അറിയാം ഇന്നതാണ് ഞാൻ ഇന്നതാണ് എന്ന ബോധം ആ താറാവിനുണ്ട്. ആ താറാവിന് മാത്രമൊന്നുമല്ല കേട്ടോ, ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും അങ്ങനെയുണ്ട് എന്നുള്ളൊരു തെളിവ് എന്താ അറിയോ? നമ്മൾ മനുഷ്യർ, നമ്മൾ വെജ് കഴിക്കണോ നോൺ വെജ് കഴിക്കണോ നമ്മളല്ലേ തീരുമാനിക്കുക. അപ്പോൾ വെജ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുകയാണ് ഞാൻ നോൺ വെജും കൂടെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദഹിക്കാണ്ടിരിക്കുമോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പശുവിനോട് ആരാ മാംസം തിന്നാൻ പാടില്ല പറഞ്ഞത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ആനയോട് ആരാ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇനി നമ്മൾ സ്വയം തീരുമാനമാണ് ശരിയെങ്കിൽ ഒരാനെങ്കിലും കഴിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു പശുവെങ്കിലും ഒരു എലിയെങ്കിലും പിടിച്ചു തിന്നണ്ടേ? അതിന്റെ വലിപ്പത്തിനനുസരിച്ചാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പല്ലി പാറ്റേനെ പിടിക്കുന്നുണ്ടല്ലോ. ഒരു പല്ലിക്ക് പാറ്റേനെ പിടിക്കാന്നുണ്ടെങ്കിൽ ഇതിനൊന്നുകൂടെ? എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ. അതുകൊണ്ടാണ് ചില ശ്ലോകങ്ങളൊക്കെ വളരെ പ്രസക്തമാണെന്ന് വരുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്ന ആ ശക്തി പറഞ്ഞത് നീ മാംസം കഴിക്കരുത് അല്ലെങ്കിൽ ഇത് കഴിക്കരുത് എന്നൊന്നും പറഞ്ഞു ആരിലൊക്കെയോ വെറുതെ അടിച്ചുവിടുകയാണ്. അങ്ങനെ പറഞ്ഞോ ഭഗവാൻ? മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞോ? യുക്താഹാര വിഹാരശ്ച, യുക്തമായ ആഹാരം കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സിംഹത്തോട് പുല്ല് തിന്നണമെന്നാണ് പറയേണ്ടത്. സിംഹം മാംസം കഴിക്കണം, അതാണ് അതിൻ്റെ യുക്തമായിട്ടുള്ള ആഹാരം. പശുവിന് പുല്ല് തിന്നണം. വേറെ ചിലരുടെ തെറ്റിദ്ധാരണ എന്താ അറിയോ? ഈ മാംസം കഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തി ഉണ്ടാവും. ഈ മാംസം കഴിക്കുന്നവനാ ശക്തിയില്ലോ. കരയിലെ ഏറ്റവും വലിയ കരുത്തൻ ആനയാണ്. ആന മാംസം കഴിക്കുന്നില്ല. കാട്ടുപോത്തിന്റെ കരുത്ത്, കാട്ടുപോത്ത് പുല്ലേ കഴിക്കുന്നുള്ളൂ. ഈ പുല്ലും വെണ്ടയ്ക്കയും വഴുതിനിയൊക്കെ തിന്നുന്നവനും നല്ല കരുത്തുണ്ടാവും. ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാംസം കഴിച്ചാലാന്ന് കേമത്വം, അല്ലെങ്കിൽ മാംസം കഴിച്ചാലാണ് ശക്തി കിട്ടുന്നത് ധരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ കഴിക്കാനുള്ള യുക്തി തോന്നുന്നത് അത് നിങ്ങൾ കഴിക്കുക. എങ്കിലും ശവന്തീനികളാവാണ്ടിരിക്കുക കഴിയുന്നത്. പറ്റുമെങ്കിൽ സസ്യാഹാരം തന്നെയാണ് നല്ലത്. അത് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരാളെ, ഒരു ജീവിയെയും ഉപദ്രവിക്കാണ്ടിരിക്കുക. അത് കഴിയുന്നത്ര ഒരു വ്രതം ആയിട്ട് എടുക്കുക. ഇപ്പം അങ്ങനെ ചെയ്യാവൂ എന്നും പറഞ്ഞൂടെ. കാരണം അങ്ങനെയാവുമ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ മുഴുവൻ പാപികളാണെന്ന് ധരിക്കേണ്ടി. ജീവനമാശ്രിത്യ ജീവതി, സകല ഈശ്വരൻ ഈ ഓരോ ജീവിയെയും സൃഷ്ടിക്കുമ്പം തന്നെ മറ്റൊരു ജീവിയെ അതിനാഹാരമായിട്ടാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റൊന്നുമല്ല, അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. എങ്കിലും നമ്മളുടെയൊക്കെ വായിലെ ഉമിനീര്, മനുഷ്യനാണെങ്കിൽ
അസുരനാണെങ്കിൽ അല്ല പറയണത്, മനുഷ്യനാണെങ്കിൽ വായിലെ ഉമിനീര് നോക്കിയിട്ടാണ് സസ്യബുക്കാണോ മാംസബുക്കാണോ തീരുമാനിക്കുക. നമ്മളൊക്കെ സസ്യബുക്കാണ്, മാംസബുക്കല്ല. പക്ഷെ മാംസം കഴിച്ചത് കൊണ്ട് ഒരു തെറ്റൊന്നും പറയാൻ സാധ്യമല്ല. ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഈശ്വരോപാസകരായിട്ടുള്ള ആൾക്കാർ, ബ്രാഹ്മണരെ പോലുള്ളവരൊക്കെ മാംസം കഴിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധ്വന്നം നതു ഭക്ഷയേ മാംസാന്നം നതു ഭക്ഷയേ. സ്വാദുള്ളത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. എന്തിനാ ഈ സ്വാദുള്ളത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? സ്വാദുള്ളതല്ലേ കഴിക്കേണ്ടത്? അങ്ങനെയല്ല. ഈശ്വരോപാസനയുള്ളവർ പ്രത്യേകിച്ച് ഇവർ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഉപേക്ഷിക്കാൻ പഠിക്കണം. ഉപേക്ഷിക്കാൻ പറ്റാത്തതിനെ സ്വീകരിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഉപേക്ഷിക്കാൻ പറ്റാത്തതിനെ സ്വീകരിച്ചാലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിപ്സ് ഇഷ്ടമാണ് കൂട്ടുക. ചിപ്സ്, അരിമുറുക്കൊക്കെ ഇഷ്ടമാണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് പല്ല് കടിച്ച് ചവച്ച് തിന്നാം. പല്ല് പോകുന്നതിന് മുമ്പ് നിർത്താൻ പഠിച്ചിട്ടില്ലെങ്കിലോ മോണി പോവില്ലേ? അപ്പൊ ചിലതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. എന്തുപേക്ഷിക്കാൻ കഴിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ പറയണത് ഇങ്ങനെ ആഹാരം മാത്രമൊന്നുമല്ല, കർമ്മങ്ങൾ പോലും, സകല കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ ഭക്തി എന്ന് പറയുന്നില്ലേ, വിഷയം മാറിപ്പോഴേ ഒന്ന്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കുറിയിടുന്നതാണോ, അമ്പലത്തിൽ പോയി തൊഴുന്നതാണോ? എന്താ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്ന ആരെങ്കിലും പറയാം. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? എന്താ? ഏത്? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് ചെയ്യാൻ, അതിന് ഭക്തി എന്ന് പറയാം. വേറെ ദ്രോഹം ചെയ്യാണ്ടിരിക്കുക. എങ്ങനെ? ഭയത്തിൽ നിന്ന് ഭക്തി വരും. അതൊക്കെ അത് വരും, അത് സത്യമാണ്. ആ ഭക്തി എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞോളൂ, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യഥാർത്ഥത്തില് വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ വിഭക്തി എന്ന് പറഞ്ഞാൽ? ഭക്തി ഇല്ലാത്തതിന് വിഭക്തി എന്ന് പറയാം. ഓക്കെ, ഒരർത്ഥം അത്. പിന്നെ വേറെന്താ? എന്താ വിഭക്തി എന്ന് പറഞ്ഞാൽ? പാണ്ഡിത്യം എന്ന് വേണം പറയാം. വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഭാഷയിലെ വിഭക്തി ഉണ്ട്. അപ്പൊ സംസ്കൃതത്തിലാണെങ്കിൽ ആ വിഭക്തി ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പ്രഥമയ്ക്കർത്ഥം ദ്വിതീയക്കതിനെ പുന അതിനോടതിലേക്കെന്നും ദ്വിതീയക്കർത്ഥമായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഒരു വസ്തുവിനെ അതാക്കി നിർത്തുക. ഇപ്പോ വൃക്ഷം എന്നൊരു പേരാണ്, ഒരു നാമമാണ്. ഇതിന്റെ വിഭക്തി എന്താണെന്നറിയോ? വൃക്ഷത്തെ എന്ന് പറഞ്ഞാൽ വിഭക്തി ഒന്നുകൂടെ. വൃക്ഷം കാരണം, വൃക്ഷത്തിൽ നിന്ന്, വൃക്ഷത്തിൽ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യയങ്ങൾ അതിനോട് ചേരുകയാണ് അല്ലേ? ഒരു യഥാർത്ഥത്തിലുള്ള ഒന്നിനോട് പ്രത്യയങ്ങൾ ചേരുമ്പോഴാണ് അത് വിഭക്തി എന്ന് പറയുക അല്ലെ? ഗ്രാമർ എന്ന് പറയുന്നത് ഓരോരോ പ്രത്യയങ്ങൾ ചേരുമ്പോഴാണ്. ഈ പ്രത്യയങ്ങൾ ഒന്നും ചേർന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? ആ സ്വതമായിട്ടുള്ളത് എന്താണോ, യഥാർത്ഥത്തിലുള്ളത് എന്താണോ അതുണ്ടാവും അല്ലെ? എല്ലാ വിഭക്തിയും പോയാലാണ് ഭക്തി ഉണ്ടാവുക. അപ്പൊ എന്താണ് നമ്മൾ സാധാരണ ഒരാളോട് കാണുമ്പോൾ ചോദിക്കും, ഇപ്പൊ ഇല്ല, അങ്ങനെയില്ല. കുറച്ച് പഴയ കാലത്ത് വരേണ്യമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വസ്ഥനാണോ? സ്വസ്ഥനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ നിങ്ങളുടെ മനസ്സ് വേറെ ഒരു തരത്തിലും ഒരു ദുഃഖവും ഒന്നും അലട്ടുന്നില്ലല്ലോ, നിങ്ങൾ ശാന്തമായ മനസ്സോട് കൂടിയവനല്ലേ, വേറെ ഒരു തരത്തിലുള്ള ചലനങ്ങൾ നമ്മളുടെ ഉള്ളിലില്ല എങ്കിൽ അതിനാണ് ഭക്തി എന്ന് പറയുക. അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണയേവച എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്തിയുടെ ലക്ഷണം പറയുന്നുണ്ട് ഭഗവാൻ. അത് മുഴുവൻ പഠിച്ചാൽ ആ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ചഞ്ചലത്തിൽ ഒന്നും ബാധിക്കില്ല ഭക്തനെ. ഇവിടെ പറഞ്ഞു വന്നേ ഉള്ളൂ. നമ്മുടെ പറയാൻ കാരണം, നമ്മളുടെ ഉള്ളിൽ ഒരു തരത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു ചലനവും പിന്നെ ഉണ്ടാവാൻ പാടില്ല.
അങ്ങനെ ഞാനും നിങ്ങളും അതാണ് എന്ന് ആർക്കുറപ്പുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവനും എങ്ങനെയാണോ ഒരു വിത്തിൽ നിന്ന് ആ വിത്തിൻ്റെ പൂർണ്ണ രൂപമായിട്ട് ഒരു വൃക്ഷമുണ്ടായി വരുന്നത്, അതുപോലെ ഏതോ ഒരു സദ്വസ്തുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. നാസതോ വിദ്യതേ ഭാവ ന അഭാവോ വിദ്യതേ സദാ. ഗീതയിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. എത്രയോ പേജുകൾ, എത്രയോ അധികം ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിട്ടുള്ളൊരു ശ്ലോകമാണ്. നാസതോ വിദ്യതേ ഭാവ ന അഭാവോ വിദ്യതേ സദാ. അതിൽ പറയണത് എന്താണെന്നറിയോ? ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയുണ്ടാവുമോ? അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇല്ല എന്ന് പറയുന്നതിൽ നിന്ന്, അസത്തിൽ നിന്ന് ഒരിക്കലും ഉണ്മയുണ്ടാവില്ല. ഉണ്മയ്ക്ക് അസത്ത് അല്ലെങ്കിൽ ഉണ്മ ഒരിക്കലും ഇല്ലാതെ കണ്ടുമാവില്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ഊർജം എന്താവില്ല, നശിപ്പിക്കാൻ സാധ്യമല്ല. ഊർജത്തിന് നമുക്ക് എപ്പോഴും ഇവിടെ ഊർജം ഉണ്ടാവും, പക്ഷെ അതിനെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. അതുപോലെ ഈ പ്രപഞ്ചത്തില് ഈ കാണുന്നത് മുഴുവൻ രൂപാന്തരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒറ്റൊരു വസ്തുവേ ഉള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷാത്തൊന്നും ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളതായിട്ടുള്ളത്. അല്ലേ? ഇത്ര സിമ്പിളാ, വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഉള്ളതൊന്നും ഉള്ളതല്ല. കാരണം എന്താ? ഇതൊന്നും ഉള്ളതല്ല എന്ന് പറയാൻ കാരണം ഇതെല്ലാം നശിക്കും. നാശമുള്ളതുള്ളതല്ല. പിന്നെയോ ഉള്ളതിൻ്റെ, നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളതായിട്ടുള്ളത്. ആ ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം മുഴുവൻ പറയാൻ പറ്റും. നമ്മൾ ജീവിക്കേണ്ടത് രണ്ടാമത്തെ ശ്ലോകവും ഏകദേശം ഒരർത്ഥം അതാണ്. മൂന്നാമത്തെ ശ്ലോകം എങ്ങനെ ജീവിക്കണം. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഹോ. ഇതുപോലുള്ള സത്സംഗങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ എടുക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? പ്രത്യക്ഷേണ, കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ പഠിക്കുക. അനുമാനേന, ചിന്തിക്കുക. കാണുന്നതിന് മാത്രം ബേസ് ചെയ്തിട്ട് ജീവിക്കരുത്. കാണുന്നതിലൂടെയും ചിന്തകളിലൂടെയും ആഗമേന, ആഗമം എന്ന് പറഞ്ഞാൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ, ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെയും അനുഭവേ, സ്വന്തം അനുഭവത്തിലൂടെയും ആത്മസംഹിത എന്ന് പറയും. പ്രത്യക്ഷേണ, അനുമാനേന, ആഗമേന, ആത്മസംഹിത. എന്ത് വേണം? ആദ്യന്തവത് അസജ്ഞാത്വ. ആദ്യവും അവസാനവും ഉള്ളതെല്ലാം തെറ്റും, ഇല്ലാത്തതാണ് നമ്മൾ ഉറപ്പിക്കുക. ഉണ്ടായതാണെങ്കിൽ അത് നശിക്കും. ആദ്യവും അന്തവും ഉള്ളത്, ആദ്യന്തവത് എന്ന് പറഞ്ഞാൽ ആദ്യവും അന്തവും ഉള്ളത്, ജനനവും മരണവും ഉള്ളത്, അതെല്ലാം ഇവിടെ ഇല്ലാത്തതാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്നങ്ങ് ഉറപ്പിക്കുക. എന്നിട്ടോ അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അസജ്ഞാത്വ, നമ്മൾ ഒരു തരത്തിലുള്ള നിസ്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും വെക്കാതെ കണ്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ജീവിക്കാൻ പറ്റുക? കാരണം ജീവിക്കുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവൂലേ. ഇപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്, ഇവരെല്ലാവരും നിത്യശുദ്ധമുക്തമായ സ്വഭാവത്തോടു കൂടിയ ചൈതന്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് വേണ്ടേ? അപ്പം എനിക്ക് സുരേഷ് എൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, സുഹൃത്താണ്, ഇങ്ങനെ ഓരോരുത്തരും ഓരോ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതൊക്കെ വെച്ചോളും. അത് വെക്കുമ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്സംഗാൽ ശനകേ സംഗം ആത്മജായ ആത്മജാതിഷു വിമുച്യേ മുച്യമാനേഷു യഥാ സ്വപ്നവദുദ്ധിതാം. ഓരോ ആൾക്കാരും സത്സംഗൈ ശനകൈ സംഘം ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ കിട്ടുമ്പോൾ
എങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് ആദ്യം ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കുക. കുറേ പലതവണ ആവർത്തിയായിട്ട് ചെയ്താലേ ഇത് നമ്മളുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ഉറയ്ക്കൂ. അങ്ങനെ ഉറച്ചു കഴിയുമ്പോഴോ പിന്നെ ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ ഇവരോടെല്ലാം കുറേശ്ശെ ദുഃഖം പിന്നെ ഒരു അറ്റാച്ച്മെന്റ് വിടുക. അറ്റാച്ച്മെന്റ് വിട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ അടുപ്പം കാണിക്കാനൊന്നും ഇരിക്കണ്ട. അതിൽ യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന ഒരു ഋഷി, മൈത്രേയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ മൈത്രേയിയോട് യാജ്ഞവൽക്യൻ പറയാണ്, മൈത്രേയി, ഇന്നല്ലെങ്കിൽ നാളെ ഒന്നുകിൽ നിന്നെ വിട്ടിട്ട് ഞാൻ പോണ്ടി വരും, അല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് നീ പോണ്ടി വരും. ആരെങ്കിലും ഒരാൾ മരിക്കും ആദ്യം. അതുകൊണ്ട് നമുക്കിപ്പോഴേ അകന്നുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് അകലാനല്ല പറയുന്നത്. ആ തത്വം മനസ്സിലാക്കുമ്പോൾ വിട്ടുപോയാലും ദുഃഖിക്കില്ല. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് പറയും, ഈ അറ്റാച്ച്മെന്റ് നിർത്തിയാലും നമ്മൾ ആരെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പേപ്പറിലെ ചരമകോളം നോക്കിയിട്ട് കരിയോ? ഒരാളും കരിയില്ലല്ലോ. കാരണം ആർക്കും മരണം പേടിയൊന്നുമില്ല. പിന്നെ എന്തിനാ പേടി? നമ്മൾ അഥവാ ചരമകോളം നോക്കി, അയ്യോ ഇത് എൻ്റെ നാട്ടുകാരനാണല്ലോ, എൻ്റെ വീട്ടുകാരാണല്ലോ, അല്ലേ? നമ്മൾക്ക് അത്രയും അടുപ്പുള്ളവരാരെങ്കിലും ഫോട്ടോ കണ്ടാൽ വല്ലാത്ത വിഷമം. അപ്പൊ മരണമല്ല, അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ ദുഃഖിപ്പിച്ചത്. ആ അറ്റാച്ച്മെന്റ് കുറേശ്ശെ വിടാൻ നോക്കുക. അങ്ങനെ പറ്റുമോ ചോദിച്ചാൽ പറ്റുന്നാണ് കാണിച്ചു തരുന്നത്. അവർ കാണിച്ചു തരുന്നത് യഥാ സ്വപ്നവതുദ്ധിത. സ്വപ്നത്തിൽ നിങ്ങൾ കാണുമ്പോൾ കരയാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. പക്ഷെ സ്വപ്നത്തിൽ ഞാൻ പിന്നെ ചത്തുവേ എന്ന് പറഞ്ഞാൽ ആരും കരയോ? സ്വപ്നത്തിൽ നമ്മൾ ആരെങ്കിലും മരിക്കുന്നുണ്ടാവും, ജനിക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും ആരും ജീവിതത്തിൽ നമ്മൾ ദുഃഖിക്കാറില്ല. അതുപോലെ സ്വപ്നവത്. ഇനി അല്ലെ വേറൊരു ഉദാഹരണം പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു പക്ഷിയില്ലേ, പക്ഷി ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കും. ആ മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ ഭാരം മുഴുവനും, പക്ഷിയുടെ കാലിലല്ലേ ഭാരം ഉണ്ടാവുക, ആ കാല് രണ്ടും ഈ കൊമ്പിന്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. കൊമ്പങ്ങ് പൊട്ടി വീണാൽ പക്ഷി താഴെ വീഴുവോ? ഇല്ല, അതങ്ങ് പറന്നു പോവില്ലേ? അപ്പൊ പക്ഷിക്ക് എന്താണ് പറക്കാൻ കാരണം? 2 ചിറകുണ്ട്. ഇതുപോലെ നമ്മളും 2 ചിറക് ഉണ്ടാക്കി വെക്കുക. അതിനാണ് വൈരാഗ്യം, വിവേകം എന്ന് പറയുന്ന 2 ചിറക്. വൈരാഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന വൈരാഗ്യമല്ല, വെറുപ്പ് എന്നാണ് മലയാളത്തിൽ അർത്ഥം. ആ വെറുപ്പ് എന്നല്ല അർത്ഥം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മൊബൈൽ എൻ്റെതാണ്. അപ്പോൾ ആരോ ചോദിച്ചു, തിരുമേനി എനിക്ക് മൊബൈലില്ല, തിരുവോധർത്ഥം കൊടുക്കുക. അങ്ങനെ കൊടുത്ത് തിരുമേനിക്കല്ലേ, അത് എടുത്തോളൂ, കുഴപ്പമില്ല. ഇതിലാണ് ഉണ്ടായിട്ടും വേണ്ട എന്ന് തോന്നുന്ന മെന്റാലിറ്റി ഉള്ള ഒരു ജനത ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്. അത് നമ്മളാ. എത്ര പേരുണ്ട്? നിങ്ങളിപ്പോൾ ഓരോരുത്തരോടും നോക്കിയേ. മക്കൾക്ക് വേണ്ടി അമ്മ ത്യാഗം സഹിക്കാറുണ്ട്, ഇല്ലേ?